നമസ്കാരം. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലാണല്ലോ. അതിനോടൊപ്പം അർജന്റീന വിജയിച്ചതിന്റെ ആഘോഷ ലഹരിയിലാണ്. ഒരു അർജന്റീന ടീമിനോട് താല്പര്യമുള്ള വ്യക്തിയും മെസ്സി ഫാൻഗുകാരനായിട്ടുള്ള ഒരാളുടെ ചെറിയ അഭിപ്രായമാണ്. എന്താണ് ഇന്നത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ അർജന്റീന അൾജീരിയ മത്സരത്തെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ, മത്സരത്തിൽ അർജന്റീന വിജയിച്ചു, മെസ്സി 3 ഗോൾ അടിച്ചു. ഈ രണ്ട് കാര്യം മാറ്റി നിർത്തിയാൽ അർജന്റീനയുടെ പ്രകടനത്തിൽ ഞാൻ അസംതൃപ്തനാണ്. കാര്യം ആരാധകരെ സംബന്ധിക്കുന്നിടത്തോളം വിജയിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇത് പോരാ എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം മത്സരം ഉടനീളം കണ്ടു. അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇടയ്ക്കും മുറയ്ക്കും ഓരോ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ മിസ്സായത്. അതിനപ്പുറത്തേക്ക് രാവിലെ 6 മണിക്ക് ശേഷം ആരംഭിച്ച മത്സരമായതുകൊണ്ട് തന്നെ കാണാനായിട്ടുള്ള സമയം കിട്ടി. പക്ഷേ ആ മത്സരത്തിലുടനീളം നോക്കുമ്പോൾ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അർജന്റീനയും 28-ാം സ്ഥാനത്താണെന്ന് തോന്നുന്നു അൾജീരിയയും. അങ്ങനെയുള്ള രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ 1-ാം സ്ഥാനക്കാരെ നല്ല രീതിയിൽ വിറപ്പിക്കാൻ, പിടിച്ചു നിർത്താനൊക്കെ അൾജീരിയയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാര്യം മത്സരത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബോൾ പൊസിഷൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ ബോൾ പൊസിഷൻ അൾജീരിയയുടെ പക്ഷത്താണ്. ഏകദേശം 53% ബോൾ പൊസിഷൻ അൾജീരിയയുടെ ഭാഗത്താണ്. 47% മാത്രമേ അർജന്റീനയുടെ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഈ പാസ് ആക്യുറസി എന്ന് പറയുന്ന കാര്യം, അതായത് കൃത്യമായിട്ട് പാസ് ചെയ്യുന്ന കാര്യത്തിന്റെ ആക്യുറസിയുടെ കാര്യത്തിൽ അൾജീരിയ 93%-ഉം 90% മാത്രമേ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു പോരായ്മയുണ്ട്. കാര്യം രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പൊതുവെ തോന്നിയൊരു കാര്യം, കുറച്ചുകൂടി ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രായക്കുറവുള്ള താരങ്ങളാണ് അൾജീരിയയ്ക്ക് വേണ്ടി അണിനിരന്നതും, എന്നാൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അർജന്റീനയ്ക്ക് വേണ്ടി കൂടുതൽ കളത്തിലിറങ്ങി എന്നുള്ളതാണ് ഒരു റിയാലിറ്റി ആയിട്ട് തോന്നി. കാര്യം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആദ്യ മത്സരത്തിൽ അർജന്റീന ജയിച്ചു, മെസ്സി 3 ഗോൾ അടിച്ചു എന്നതിനെ സംബന്ധിച്ച് അർജന്റീന ആരാധകരെ സംബന്ധിക്കുന്നിടത്തോളം അതിനോളം ആവേശം ഇനി മറ്റൊന്നും കൊടുക്കാനില്ല. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള മത്സരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഈ പ്രകടനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊരു സംശയം ബലപ്പെടുകയാണ്. കാര്യം ഈ ആവേശം ഉണ്ടായാൽ പോരാ. കാര്യം മെസ്സിയെ മാറ്റി നിർത്തിയാൽ സ്കോർ ചെയ്യാൻ, ഫിനിഷ് ചെയ്യാനൊക്കെ വേറെ ആരുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായാണ്. ഡീമരിയുടെ കുറവൊക്കെ വളരെ കൃത്യമായി നേടിച്ചൊരു മത്സരമാണ്. തുടക്കത്തിൽ, അതായത് 17-ാം മിനിറ്റിൽ മെസ്സി ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തു. പിന്നീട് അതിനുശേഷം നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ അൾജീരിയയുടെ ഒരു ടൈറ്റ് പ്രകടനം നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് അവരുടെ പ്രതിരോധം ഈ 1-2 വീഴ്ചയ്ക്കിടയിൽ ഗോൾ സ്കോർ ചെയ്തു. മെസ്സിയുടെ ആ ടാലന്റും ആ സ്കിൽ മികവിൽ അവസരങ്ങളെ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്കും പലപ്പോഴും അർജന്റീനയുടെ മൂവ്മെന്റുകൾ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളെ ചിതറിച്ചു കളയാൻ വേണ്ടി അൾജീരിയയുടെ പ്രതിരോധത്തിന് കഴിഞ്ഞു എന്ന് ആ മത്സരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ മെസ്സി എന്ന ഏക ഫാക്ടറിലാണ് ഗോൾ സ്കോറിംഗ് എന്നുള്ള കാര്യം ഇരിക്കുന്നത്. അതല്ലാതെ വിശ്വസിച്ച് മറ്റാര് ഗംഭീരമായി സ്കോർ ചെയ്യും എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു മത്സരത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു അർജന്റീനൻ ടീമിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ പ്രകടനം പോരാ എന്നൊരു അഭിപ്രായമുണ്ട്. കാര്യം അത് ഏതെങ്കിലുമൊക്കെ ആരാധകരെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്, 1-ാം റാങ്കുകാരാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കളി, കാര്യം അൾജീരിയ പോലത്തെ തുടക്കക്കാരായിട്ടുള്ള ഒരു ടീമിനെയൊക്കെ ഇങ്ങനെയാണോ ഒരു മത്സരത്തിൽ, അതായത് 47% മാത്രമേ ബോൾ പൊസിഷൻ നിർത്താൻ കഴിഞ്ഞുള്ളൂ. പാസിംഗ് ആക്യുറസിയുടെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ ഷോട്ട് 9 ഷോട്ടുകൾ അർജന്റീന അൾജീരിയയുടെ പോസ്റ്റിലേക്ക് തൊടുത്തതിൽ 3 ഗോളായി. തിരിച്ച് അവർ 6 അവർക്ക് ഈ തുടക്കമോ അല്ലെങ്കിൽ ഫിനിഷിങ്ങിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് കാണാനായത്. എന്തായാലും ഈ ഒരു മത്സരത്തിലുടനീളം കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൾജീരിയയുടെ ഗോൾ പോസ്റ്റിൽ മെസ്സി സ്കോർ ചെയ്തു എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ടോട്ടൽ പെർഫോമൻസ് എടുത്താൽ അർജന്റീനയുടെ പ്രകടനം മെച്ചപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന തുടക്കം എന്ന് പറഞ്ഞാൽ തോൽവിയോടുകൂടിയാണ്. ആ തോൽവിയിൽ നിന്ന് പതിയെ കരകയറി വരികയായിരുന്നു. ഇപ്പോൾ ആധികാരിക വിജയത്തോടു കൂടി തുടങ്ങിയ അർജന്റീന മുന്നോട്ട് പോകുമ്പോൾ ഈ ആവേശത്തിൽ കളി ഇംപ്രൂവ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ചിലപ്പോൾ കാലിടറിപ്പോകാൻ സാധ്യതയുണ്ടെന്നൊരു ആശങ്കയുണ്ട്. അത് നിങ്ങളുമായി പങ്കുവച്ചു എന്നേ ഉള്ളൂ. ഒരു കളി വിലയിരുത്തുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഫാൻ മനോഭാവത്തിലല്ല ആ മത്സരത്തെ നോക്കിക്കണ്ടത്. ആ മത്സരത്തിലുടനീളം അൾജീരിയ പുലർത്തിയ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. ആ ആധിപത്യത്തെ മറികടന്നാണ് അർജന്റീന 3 സ്കോറോടുകൂടി അത് മെസ്സിയുടെ മാജിക്കിൽ വിജയിച്ചു എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷേ ഇത് പോരാ, ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി വിശ്വസിക്കുകയാണ്.